പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകം വിളിക്കപ്പെട്ട് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട് ഇന്ന് കർത്താവിന്റെ സന്നിധി വന്ന് ആയിരിക്കുമ്പോൾ നമ്മളോട് ഈശോ ചോദിക്കുക, എന്നെ തിരിച്ചറിയാൻ നിനക്ക് സാധിക്കുന്നു? എന്റെ സജീവമായുള്ള സാന്നിധ്യം, തിരുവോസ്തിയിലെ ഈശോയുടെ സജീവമായുള്ള സാന്നിധ്യം ഞാൻ നിന്റെ അടുത്തുണ്ട് എന്ന് ഒരു തിരിച്ചറിവ് നിനക്കുണ്ടോ? നമുക്ക് ധ്യാനിക്കേണ്ട വിഷയമാണ്. ഓരോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ എൻ്റെ ഈശോയെയാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടോ? നമ്മൾ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട വായനകളാണ് എല്ലാ ദിവസവും നമുക്ക് സുവിശേഷങ്ങളിൽ സഭാമാതാവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ എന്തുമാത്രമാണ് ചെറുതാകുന്നതെന്നുള്ളതാണ്. ഒരു മനുഷ്യനായ ഒരു വൈദികന്റെ കരങ്ങളിൽ ഇരുന്നുകൊണ്ട് വെറും ഗോതമ്പപ്പമായിട്ടുള്ള ആ തിരുവോസ്തി അത് ഈശോയുടെ ശരീരമായി മാറുക. എന്തത്ഭുതം നടക്കുന്നത്? അവൻ ഈശോ 2023 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് പറഞ്ഞ അതേ വാക്യങ്ങൾ, സ്ഥാപനവാക്യങ്ങൾ ഈ പുരോഹിതൻ ആവർത്തിക്കുമ്പോൾ അതേ അന്ന് എന്ത് സംഭവിച്ചുവോ അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തിക്കൊണ്ട് ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണോ സംഭവിച്ചത് അത് തന്നെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷം 2025 കഴിഞ്ഞു, എന്നിട്ടും കർത്താവിന്റെ വാക്കുകളിൽ മാറ്റമില്ല. നമ്മൾ ആ പെസഹ നാളിൽ കർത്താവ് അത് പറഞ്ഞതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്, അല്ലേ? അന്നാ പെസഹ തിരുനാളിൽ പാടിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുന്നത്. പെസഹായുടെ ദിനത്തിൽ അപ്പവും വീഞ്ഞും എടുത്ത് എന്റെ ശരീരവും എന്റെ രക്തവുമാണ് മക്കളെ, നിങ്ങൾ ഇതിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതിൽ നിങ്ങൾ പങ്കുചേർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കൂടെ പങ്കുണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞ കർത്താവ് അതിനെ അനുസ്മരിച്ചുകൊണ്ട്, കർത്താവ് നൽകിയ കൽപ്പനയെ അനുസ്മരിച്ചുകൊണ്ട്, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്നുള്ള കൽപ്പന അനുസരിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ വിധി ആരംഭിക്കുമ്പോൾ കർത്താവിന്റെ സജീവമായ സാന്നിധ്യം നിറയുകയാണ്. നോക്കിയേ, എന്തുമാത്രമാണ് കർത്താവ് എളിമപ്പെടുന്നത്. പാപിയും ബലഹീനനുമായ ഒരു പുരോഹിതൻ അവന്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന ഗോതമ്പിന്റെ അപ്പമെടുത്ത് ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ ഇതിന്ന് വാങ്ങി ഭക്ഷിക്കുമെന്ന് പറഞ്ഞ് പിലാസനം ഉയർത്തുന്ന സമയത്ത് അത് ഈശോയുടെ ശരീരമായി മാറുകയാണ്. കർത്താവ് അനുസരിച്ചുകൊണ്ട്, പുരോഹിതന്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയാണ്. അതിലും വലിയൊരു അനുസരണം നമ്മുടെ മുമ്പിൽ വയ്ക്കാനായിട്ടില്ലല്ലോ. അതിലും വലിയൊരു അതിലും വലിയ ചെറുതാകാനായിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് ഈ ഈശോയെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, പലപ്പോഴും കൈകളിലൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യാതൊരു ബഹുമാനമില്ലാതെ വന്ന് സ്വീകരിച്ച് എന്തിനോ വന്ന് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നിട്ട് തിരിച്ചു പോകുന്ന പോലെയൊക്കെ കാണുമ്പോൾ നെഞ്ചു പൊട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ പരമാവധി കൈകളിൽ വിശുദ്ധ കുർബാന തരാറില്ല. നിങ്ങൾക്കറിയാം, ഞാൻ കൈകളിൽ ഒരിക്കലും വിശുദ്ധ കുർബാന തരാറില്ല. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിവർത്തികേട് കൊണ്ട് അവിടുത്തെ പള്ളിയിൽ ചെയ്യുന്നത് എന്താണ് അത് ചെയ്യുന്നല്ലാതെ യേശുവിന്റെ തിരുശരീരം ഒരു ബഹുമാന കുറവിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാകാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാവിലാണ് വിശുദ്ധ ഒരു തിരുവോസ്തി പോലും, ഒരു പൊടി പോലും ദുരുപയോഗം ചെയ്യപ്പെടുന്നുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാം, നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് 5 മിനിറ്റൊക്കെ വൈകും. തിരുരക്തത്തിൽ മുക്കി നാവിൽ വിശുദ്ധ കുർബാന തരുമ്പോൾ ഒരുപക്ഷെ 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ വിശുദ്ധ കുർബാന വൈകും. പക്ഷേ വൈകിയാലും കുഴപ്പമില്ല, എന്റെ ഈശോയുടെ ശരീരം അത് ഏറ്റവും പവിത്രമായ രീതിയിൽ ഓരോ വിശ്വാസിയുടെയും നാവിലേക്ക് എത്തണമെന്നുള്ള വലിയ ആഗ്രഹം. നമുക്ക് ഈ ആഗ്രഹം ഉണ്ടാകണം. എന്റെ ഈശോയെ ഞാൻ സ്വീകരിക്കുമ്പോൾ എന്റെ ഹൃദയം പവിത്രീകരിക്കപ്പെട്ട് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എന്റെ ഈശോ വരണം. എന്റെ കർത്താവ് എന്റെ നാവിലേക്ക് വന്നിട്ട് എന്റെ ഹൃദയത്തിലേക്ക് കടക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു അന്തരീക്ഷം നോക്കി നമ്മൾ വലിയൊരു യാത്രയ്ക്ക് പോയെന്ന് വിചാരിക്കും. വലിയൊരു യാത്രയ്ക്ക് പോയി, വീട് കൂട്ടി താക്കോലും കൊണ്ടുപോയതാണ്. തിരിച്ചു വന്ന് വലിയ സന്തോഷത്തോടുകൂടെ തിരിച്ചു വന്ന് അകത്ത് കയറാൻ വാതിൽ തുറക്കാൻ നോക്കിയപ്പോഴാണ് താക്കോൽ കാണുന്നില്ല. താക്കോൽ എവിടെ പോയെന്ന് ഒരു പിടുത്തില്ല. അകത്ത് കയറാൻ പറ്റാത്തൊരവസ്ഥ. നമ്മുടെ ആ അവസ്ഥ ആലോചിച്ച് നോക്കി, ആ ഉണ്ടായ സന്തോഷം എല്ലാം അതോടുകൂടി തീരും. നമ്മുടെ കർത്താവ് വലിയ ആഗ്രഹത്തോടുകൂടെ സ്വന്തം വീട്ടിലേക്ക് ഓരോ വിശുദ്ധ കുർബാനയിൽ കടന്നവര് ഹൃദയത്തിലേക്ക് ഈശോ വരാൻ വേണ്ടിയിട്ട് വാതിൽക്കൽ എത്തിക്കഴിയുമ്പോൾ താക്കോല് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് അകത്ത് കടക്കാൻ പറ്റാത്തൊരു അവസ്ഥ, ഈശോയുടെ ഒരു മാനസികാവസ്ഥ
അവസ്ഥ ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് ഞാൻ മുൻപൊരിക്കൽ ഒരു ഏകദിന ശുശ്രൂഷയിൽ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതെ നമുക്ക് എങ്ങനെ ഈശോയെ സ്വീകരിക്കാനായിട്ട് പറ്റും? നമുക്ക് വേണ്ടി ഈശോ ചെയ്യുന്ന ത്യാഗങ്ങളും നമുക്ക് വേണ്ടി ഈശോ സഹിച്ച പാടുപീടകളും ഓരോ ദിവസവും വിശുദ്ധ കുർബാനയായി നമ്മുടെ അരികിലേക്ക് കടന്നു വരാൻ ഈശോ കാണിക്കുന്ന വലിയ കരുണയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ കണ്ണുനീര് വരാതെ നമുക്ക് എങ്ങനെയാണ് ദിവ്യകാരൻ ഈശോയെ സ്വീകരിക്കാനായിട്ട് സാധിക്കുക? കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പെസഹ നാളിൽ അപ്പമെടുത്തുകൊണ്ട് ഇതെന്റെ ശരീരമാണ് മക്കളെ, നിങ്ങൾ ഇതിന്ന് വാങ്ങി ഭക്ഷിക്കുമെന്ന് ഈശോ പറയുന്ന സമയത്തുണ്ടല്ലോ, കർത്താവ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കർത്താവ് കുരിശിന്മേൽ കിടന്ന് അനുഭവിക്കാൻ പോകുന്ന എല്ലാ വേദനകളും മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ ഇന്ന് വാങ്ങി ഭക്ഷിക്കുമെന്ന്. വെറുതെ തമാശക്കെടുത്ത് പറഞ്ഞതല്ല കർത്താവ്. അപ്പം വർദ്ധിപ്പിക്കുന്നതിന്റെ കഥ സംഭവം ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയുടെ അധ്യായം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ അധ്യായത്തിൽ പറഞ്ഞു വെച്ചിരിക്കുക. അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് അവർ അങ്ങോട്ട് കൊടുത്തു കഴിക്കാനായിട്ട്. അതുപോലെയല്ല പെസഹ നാളിൽ കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തിയത്, ചങ്ക് പൊട്ടിയിട്ടാണ്. പിറ്റേ ദിവസം അനുഭവിക്കാൻ പോകുന്ന, അന്ന് വൈകുന്നേരം അനുഭവിക്കാൻ പോകുന്ന പാടുപീടകളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ വേദന സഹിക്കാതെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് തിരുശരീരവും തിരുരക്തവും എടുത്ത് നമുക്ക് തന്നുകൊണ്ട് പറയാം, വാങ്ങി ഭക്ഷിക്കുക, വാങ്ങി കുടുക്കി, നിനക്ക് വേണ്ടി മുറിയപ്പെടുന്നവനാണ് ഞാൻ, നിനക്ക് വേണ്ടി തകർക്കപ്പെടുന്നവനാണ് ഞാൻ, നീ രക്ഷ പ്രാപിക്കണം. ഞാൻ എത്ര തകർന്നാലും, ഞാൻ എത്ര തളർന്നാലും, ഞാൻ എത്ര അപമാനിതനായാലും നീ രക്ഷ പ്രാപിക്കണം. നീ അഭിമാനത്തോടെ ജീവിക്കണം. നീ ഒരു ക്രിസ്ത്യാനിയെ അഭിമാനത്തോടെ തല ഉയർത്തി പിടിച്ച് നടക്കണമെന്ന് കർത്താവ് വിശ്വസിക്കുക, ആഗ്രഹിക്കുക.